ഗൈസ്, ട്രേഡിംഗ് ഈസ് ഈസി. നമ്മളത് ഒരിക്കലും ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ട് എങ്ങനെ ഒരു ട്രേഡ് എൻട്രി ആണെന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോൾ ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കുക, ഒരു 30 മിനിറ്റ് ടൈം ഫ്രെയിമിൽ. അപ്പോൾ നമുക്കറിയാം ഒരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് സ്ട്രക്ചർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ലോവർ ഹൈസും ലോവർ ലോസും ലോവർ ഹൈസും ലോവർ ലോസും ആയിരിക്കും ഫോം ആവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ എപ്പോഴും ട്രേഡേഴ്സ് ചെയ്യണ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മാർക്കറ്റ് ലോവർ ഹൈന്ന് ലോവറിലോട്ട് പോണ സമയത്ത് എപ്പോഴും ഒരു ഇമ്പൾസ് ആയിട്ട് ഒരു എൻട്രി എടുക്കാൻ നോക്കും ഇവിടെ നിന്ന്. അപ്പോൾ എന്താ പറയുക, ഈ പുൾ ബാക്കിൽ SL അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ പുൾ ബാക്കിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പുൾ ബാക്കിന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കൺഫർമേഷൻ ഉണ്ട്. ഈ കൺഫർമേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു റെസിസ്റ്റൻസ് ഫോം ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. റെസിസ്റ്റൻസ് ഫോം ആവുന്ന കൺഫർമേഷൻ ഒരു ബുള്ളിഷ് ക്യാൻഡിലും ഒരു ബെയറിഷ് ക്യാൻഡിലും ഒരുമിച്ച് ക്ലോസ് ആണ്. അവരുടെ ഹൈ രണ്ടും ഒരുമിച്ച് ക്ലോസ് ആകുമ്പോഴാണ് നമ്മൾ റെസിസ്റ്റൻസ് ഫോം ആയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡിലായിരിക്കും നമ്മുടെ ട്രേഡ് ക്യാൻഡിൽ. അപ്പോൾ ട്രേഡ് ക്യാൻഡിലെ കൺഫർമേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ ക്യാൻഡിൽ റീടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നായിരിക്കുള്ള ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത്. എന്നിട്ട് ഈ ലോ ബ്രേക്ക് ആകുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ SL നമ്മൾ വിക്കിൻ്റെ ഹൈയിലായിരിക്കും നമ്മൾ SL വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ലോവർ ലോയിലായിരിക്കും നമ്മൾ നമ്മുടെ TP വെക്കുന്നത്. എന്നിട്ട് ഇത് താഴോട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നു. ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പുൾ ബാക്കിൻ്റെ സമയത്ത് നമ്മളൊരു ട്രേഡ് എൻ്റർ ചെയ്യണം. ഗൈസ്, അപ്പോൾ ഡു ട്രൈ ദി സ്ട്രാറ്റജി ഔട്ട്. പേഷ്യൻസ് ഇസ് കീ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്. അപ്പോൾ ബൈ.